Hello friends, 21 days manifestation practice day 7. ഇന്നത്തെ പ്രാക്ടീസിൽ ഗോൾ മാനിഫെസ്റ്റേഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായി ഒന്നിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കാനുള്ള വഴികൾ നിങ്ങളുടെ മനസ്സ് കണ്ടെത്തും. ഡേവിഡ് ഷാർട്സിൻ്റെ വാക്കുകളാണിവ. എൻ്റെ പ്രിയ സുഹൃത്തെ, നമ്മൾ ഒരുമിച്ചുള്ള യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 7 ദിവസം പൂർത്തിയാകുന്നു. ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതും എൻ്റെ നിരവധി ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളതുമായ ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഗോൾ കാർഡ് മാനിഫെസ്റ്റേഷൻ. ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വലിയ മാറ്റമുണ്ടാവും. എന്തൊക്കെയാണ് നിങ്ങളുടെ ഗോളുകൾ? ഇന്നലെ ലോ ഓഫ് മാനിഫെസ്റ്റേഷനെ കുറിച്ച് വിശദമായി നാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ്റെ പിന്നിലുള്ള ശാസ്ത്രം ഞാനിവിടെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. എവിടേക്കാണോ നാം കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, എന്താണോ നാം കൂടുതലായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, എവിടേക്കാണോ നമ്മുടെ ഊർജം കൂടുതലായി വിനിയോഗിക്കപ്പെടുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ കൂടി വരുന്നു. ഇത് പ്രാപഞ്ചിക സത്യമാണെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്ന, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന 3 പ്രധാനപ്പെട്ട ഗോളുകൾ തിരഞ്ഞെടുക്കുക. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോളുകളാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അത് റിലേഷൻഷിപ്പ്, കരിയർ, ബിസിനസ്, ഫിനാൻസ് എന്നിങ്ങനെ ഏത് മേഖലയിൽ നിന്നുള്ള ഗോളുകളുമാകാം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് സന്തോഷം തരുന്ന, അതായത് നടക്കുമെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന 3 ഗോളുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ഇനിയുമുള്ള നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റികളും ഈ 3 ഗോളുകളെ കേന്ദ്രീകരിച്ചായിരിക്കും. നാം ഗോളുകളിലേക്ക് എത്രത്തോളം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഈ ഗോൾ കാർഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും ലളിതമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾക്കും ഇത് ചെയ്യാം. ഇനി ഗോൾ കാർഡ് ഉണ്ടാക്കുന്ന രീതിയാണ് ഇനി പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട 3 ഗോളുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം അത് ഗോൾ കാർഡാക്കി മാറ്റുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുവേണ്ടി കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുക. ഈ വിസിറ്റിംഗ് കാർഡിൻ്റെ വലുപ്പത്തിലൊക്കെയുള്ള പേപ്പറില്ലേ, അത് ആ രീതിയിൽ അങ്ങ് മുറിക്കുക. നിങ്ങളുടെയോ മറ്റുള്ളവരുടെയോ വിസിറ്റിംഗ് കാർഡോ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. ഒരു വശം അടിച്ചിട്ടില്ലാത്ത, അതായത് ബ്ലാങ്ക് പേപ്പർ ആയിരിക്കണം എന്ന് മാത്രം. നമ്മുടെ പോക്കറ്റിലും പേഴ്സിലുമെല്ലാം സൂക്ഷിക്കാൻ ഏറ്റവും സൗഹൃദപ്രദമായ വലുപ്പം വേണമെന്നേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് ഒറ്റ ഗോൾ കാർഡ് മാത്രം ഉണ്ടാക്കാം, അല്ലെങ്കിൽ 4 5 എണ്ണം വരെ നമുക്കുണ്ടാക്കാം. കൂടുതൽ ഉണ്ടാക്കിയാലുള്ള പ്രയോജനം ഇത് പല സ്ഥലങ്ങളിലായി നമുക്ക് സൂക്ഷിക്കാനും അതേക്കുറിച്ച് നിരന്തരം ചിന്തിക്കാനും സാധിക്കുമെന്നതാണ്. നമ്മൾ എന്തിലാണോ കൂടുതൽ ചിന്ത കൊടുക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. പ്രശ്നങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി വരുന്നത്. പകരം നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ലക്ഷ്യം നേടിക്കഴിയുമ്പോഴുള്ള ഫീലിങ്സ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവരാനായാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി എങ്ങനെയാണ് ഈ ഗോൾ കാർഡിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതേണ്ടത് എന്ന് നോക്കാം. ആദ്യത്തെ രീതി, I am so happy and grateful now that I have. ഞാനിപ്പോൾ വളരെയധികം സന്തോഷവതിയും അല്ലെങ്കിൽ സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. കാരണം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കിട്ടിയതായിട്ട് വേണം എഴുതാൻ. ഉദാഹരണത്തിന്, ജോലിയിൽ പ്രമോഷൻ ലഭിക്കുകയാണ് നിങ്ങളുടെ ഗോളെങ്കിൽ ഞാനിപ്പോൾ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. കാരണം എനിക്ക് മാനേജറായി പ്രമോഷൻ ലഭിച്ചു. ഇങ്ങനെ ബന്ധങ്ങൾ, സമ്പത്ത്, കരിയർ, ബിസിനസ് തുടങ്ങിയ ഏത് മേഖലകളിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന 3 ഗോളുകൾ അത് ലഭിച്ചതായി എഴുതുക. ഇനി രണ്ടാമത്തെ ഒരു രീതിയുണ്ട്.
ചിലപ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നതായി നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഐ ആം ഇൻ ദ പ്രോസസ് ഓഫ് മാനിഫെസ്റ്റിംഗ്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ എഴുതാം. ഞാൻ എൻ്റെ ഗോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ് ഞാൻ, അത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെഴുതാം. ഉദാഹരണത്തിന്, ഞാൻ മാനേജറായി പ്രമോഷൻ ലഭിക്കുക എന്ന എൻ്റെ ഗോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓർക്കുക, നിങ്ങളുടെ 3 ഗോളുകൾ ഒറ്റ കാർഡിൽ തന്നെ എഴുതണം. അതിൻ്റെ 4-5 കോപ്പി ഉണ്ടാക്കാം. ഇനി ഗോൾ കാർഡിൽ എഴുതേണ്ട ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട്. ഞാൻ 5 ലക്ഷം രൂപ വരുമാനം നേടുന്നു, അല്ലെങ്കിൽ ഞാനത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ആം ഏണിംഗ്, മാനിഫെസ്റ്റിംഗ്, ഹാവിങ് മന്ത്ലി ഇൻകം ഓഫ് 5 lakh. ഞാൻ എല്ലാ മാസവും 5 ലക്ഷം രൂപ ലാഭം നേടുന്നു, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഐ ആം ഏണിംഗ്, മാനിഫെസ്റ്റിംഗ്, ഹാവിങ് 5 lakh rupees പ്രോഫിറ്റ് എവറി മന്ത്. ഞാൻ മാസം 5 ലക്ഷം രൂപ വരുമാനം നേടുന്നതിന് വേണ്ടിയുള്ള മാനിഫെസ്റ്റിംഗ് പ്രക്രിയയിലാണ്. ഐ ആം ഇൻ ദ പ്രോസസ് ഓഫ് മാനിഫെസ്റ്റിംഗ് മന്ത്ലി ഇൻകം ഓഫ് ₹5 lakh. 5 ലക്ഷം രൂപ മാസം വരുമാനം നേടാൻ, അതായത് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്, അല്ലെങ്കിൽ സന്തോഷവതിയാണ്. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നൗ ദാറ്റ് ഐ ആം ഏണിംഗ് ആൻഡ് മാനിഫെസ്റ്റിംഗ് ഹാവിങ് മന്ത്ലി ഇൻകം 5 lakh. നിങ്ങൾ ഗോൾ കാർഡ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ കാർഡ് മാനിഫെസ്റ്റേഷൻ മെത്തേഡിലേക്ക് കടക്കാൻ പോകുന്നത്. ഇതിനായി നിങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നതായി മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ട് ഈ ഗോൾ കാർഡ് വായിക്കുകയാണ് വേണ്ടത്. റിലാക്സ്ഡായി 2-3 ബ്രീത്ത് എടുത്ത ശേഷം വായിക്കുക. ഒരു ദിവസം കുറഞ്ഞത് 3 സമയത്തെങ്കിലും ഗോൾ കാർഡ് വായിക്കണം. ഓരോ തവണയും 3 പ്രാവശ്യം വെച്ച് ഓരോ ഗോളുകളും വായിക്കണം. അതായത് ഒരു ദിവസം ഒരു ഗോൾ കുറഞ്ഞത് 9 തവണയെങ്കിലും നാം വായിക്കണം. കൂടുതൽ വായിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത്. എന്നാൽ എത്ര തവണ വായിച്ചു എന്നതിലല്ല കാര്യം, എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലക്ഷ്യം നടന്നതായി ഫീൽ ചെയ്ത് വായിക്കാൻ സാധിക്കുന്നു എന്നതിലാണ് കാര്യം. ഓരോ തവണ വായിക്കുമ്പോഴും ഇത് നടക്കുമോ, ഇത് നടന്നില്ലല്ലോ എന്ന് സംശയിക്കരുത്. ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര വൈകിപ്പിക്കും. അതുകൊണ്ട് സംശയമോ നെഗറ്റിവിറ്റിയോ ഉണ്ടാക്കാൻ പാടില്ലെന്ന് എൻ്റെ ഈ സുഹൃത്തിനെ വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ ഗോൾ കാർഡ് എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന എവിടെ വേണമെങ്കിലും ഇത് സൂക്ഷിക്കാം. പേഴ്സാണ് ഏറ്റവും നല്ലത്. വാഹനത്തിൽ സൂക്ഷിക്കാം, കാറിൽ, എപ്പോഴും കാണാൻ സാധിക്കുന്ന സ്ഥലത്ത് ഇത് വെക്കാം. അതുപോലെ ഓഫീസിലെ ടേബിളിൽ വെക്കാം. എപ്പോഴും ഡയറി കൊണ്ടു നടക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ വെക്കാം. ഒരെണ്ണം കിടക്കുന്ന ബെഡിൻ്റെ അടുത്ത് വെക്കാം. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്ഥിരമായി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തും വെക്കാം. എപ്പോഴാണ് ഒരാൾ വിജയിയാകുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം സമയവും നമ്മുടെ ഗോളുകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയും നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുന്നവൻ പൂർണ്ണ വിജയിയാണെന്ന് നമുക്ക് പറയാൻ കഴിയുക. എൻ്റെ സുഹൃത്തൊന്ന് ആലോചിച്ച് നോക്കൂ. അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ചും പ്രവർത്തിച്ചും എത്രമാത്രം സമയമാണ് നാം പാഴാക്കുന്നത്. ഇനി നമുക്ക് ആ അബദ്ധം കാണിക്കാതിരിക്കാം. ഇന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒരു ഗോൾ കാർഡ് ഉണ്ടാക്കുക. അപ്പോൾ ഗോൾ കാർഡിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും അല്ലേ? അപ്പോൾ ഇന്ന് തന്നെ ഗോൾ കാർഡ് നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ എന്താണോ അത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി വരുന്നതാണ്. ഞാൻ രശ്മി, ലൈഫ് കോച്ച്, മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച്. താങ്ക് യു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.